ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 25 മാർക്കിന്റെ ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 25 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, അവിടെ പോയി ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കമന്റും സെഷനും കൂടി ഒന്ന് നോക്കിയേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടെൻഡൻസി ടു ക്വറൽ ഓർ ഫൈറ്റ്. ടെൻഡൻസി ടു ക്വറൽ ഓർ ഫൈറ്റ്, എന്താണ് വഴക്കുണ്ടാക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുള്ള ആ ഒരു ടെൻഡൻസി എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, പഗ്നസിറ്റി ആണ്. പഗ്നസിറ്റി ആണ് ആൻസർ, പഗ്നസിറ്റി. ടെൻഡൻസി ടു ക്വറൽ ഓർ ഫൈറ്റ് എന്താണ്? പഗ്നസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യൂസ് ദ കളക്റ്റീവ് നൗൺ ഫിഷ്. ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഫിഷ് ആണ്. ഫിഷിനെ നമ്മൾ പോയി നെറ്റിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത്, അല്ലെ, വലയിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. സോ ഫിഷിനെ നമ്മൾ എന്ത് വിളിക്കും? കളക്റ്റീവ് നൗൺ ഷോളാണ്. ഷോള് മാത്രമല്ല, സ്കൂളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്കൂൾ ഓഫ് ഫിഷസ് എന്നും പറയാറുണ്ട്, ഷോൾ ഓഫ് ഫിഷ് എന്നും പറയാറുണ്ട്. അപ്പൊ യൂസ് ദ കളക്റ്റീവ് നൗൺ ഓഫ് ഫിഷ് ഷോളാണ്. ദ ഇഡിയം ഫ്രം ഹാൻഡ് ടു മൗത്ത്, അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്തുണ്ടോ ആ കൈ കിട്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ നേരെ വായിലേക്ക് വെക്കും. അപ്പൊ ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ? ഫ്രം ഹാൻഡ് ടു മൗത്ത് മീൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലീവ് വിത്തൗട്ട് സേവിങ് മണി ആണ്. ലീവ് വിത്തൗട്ട് സേവിങ് മണി, ദാറ്റ് ഈസ് ഫ്രം ഹാൻഡ് ടു മൗത്ത് ആണ്. ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്താണ്? ലീവ് വിത്തൗട്ട് സേവിങ് മണി ആണ്. കയ്യിൽ നമുക്ക് എന്ത് കിട്ടുമോ അത് നമ്മൾ വായിൽ വെക്കും. പൊതുള്ളതെല്ലാം ആഹാരമാക്കും, പ്രത്യേകിച്ച് മണി ഒന്നും സേവ് ചെയ്യത്തില്ല. ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വേർഡ് ഹിസ് ഇൻ ദ ഫ്രൈസ്. ഓക്കെ, ദ വേർഡ് ഹിസ് ഇൻ ദ ഫ്രൈസ്. ഹിസ് ഹൗസ്. ഹിസ് ഹൗസ് എന്ന് പറയുമ്പോൾ അവന്റെ വീട്. അപ്പൊ വീട് ആരുടേത്? അവന്റേത്. അപ്പൊ വീട് എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അവന്റെ വീട് എന്നുള്ളത്. സോ അതൊരു നാമവിശേഷണമാണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, അഡ്ജക്റ്റീവ് ആണ്. ഹിസ് ഹൗസിന്റെ ഹിസ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ട്രൂ പാട്രിയോട്ട് ഈസ് ഓൾവേസ് ലോയൽ ഡാഷ് ഹിസ് കൺട്രി. ലോയൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പ്രിപ്പോസിഷൻ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ആണ് യൂസ് ചെയ്യുന്നത്. എ ട്രൂ പാട്രിയോട്ട് ഈസ് ഓൾവേസ് ലോയൽ ടു ഹിസ് കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദേ നെവർ വർക്ക് ഹാർഡ് ആഡ് സ്യൂട്ടബിൾ ടാഗ്. ടാഗ് ചേർക്കാനുള്ളതാണ്. ദേ നെവർ വർക്ക് ഹാർഡ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. വർക്ക് ഹാർഡ് അതിൽ നമുക്ക് ഡൂയിങ് എടുക്കാം. ദെൻ ഡു ദേ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്: ഐ വാസ് ഫീലിംഗ് ടയേർഡ് ലാസ്റ്റ് നൈറ്റ് സോ ഐ വെന്റ് ടു ബെഡ് ദാൻ യൂഷ്വൽ. എന്താണ്? ഐ വാസ് ഫീലിംഗ് ടയേർഡ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ഐ വെന്റ് ടു ബെഡ്. ദാൻ വന്നു കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ സി ആണ്, ഏർലിയർ ആണ്. ഏർലിയർ ദാൻ യൂഷ്വൽ. ദെൻ ചൂസ് ദ മിസ്പെൽറ്റ് വേർഡ്. തന്നിട്ടുള്ളതിൽ മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് ഏത്? അൺലൈസ്, ആർഗ്യുമെന്റ്, സെപ്പറേറ്റ്, കമ്പാരിറ്റീവ്. ഏതാണ് തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളത്? സെപ്പറേറ്റ് ആണ്. അപ്പൊ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനലൈസ് ആണ് തെറ്റായിട്ടുള്ളത്. ANLYZE ആണ് അനലൈസ്. നെക്സ്റ്റ്: ഐ റിക്വസ്റ്റ് യു ടു ഡാഷ് യുവർ ക്രൈം. നീ ചെയ്ത നിന്റെ കുറ്റങ്ങൾ നീ എന്ത് ചെയ്യുക? കുറ്റസമ്മതം നടത്തുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഏത് വേർഡ് യൂസ് ചെയ്യും? ഓപ്ഷൻ ബി യൂസ് ചെയ്യും, കോൺഫെസ് ആണ്, അല്ലെങ്കിൽ കൺഫെസ് ആണ്. ഐ റിക്വസ്റ്റ് യു ടു കൺഫെസ് യുവർ ക്രൈം ആണ്. നെക്സ്റ്റ്: ഇഫ് ഐ ഹാഡ് നോൺ ഹിസ് വെയർഅബൌട്ട്സ്. ഇഫ് ഐ ഹാഡ്, ഇഫ് ക്ലോസ് വന്നിട്ട് ഐ ഹാഡ് നോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും നോക്കുക. ഓപ്ഷൻ എ കണ്ടല്ലോ. അടുത്തത് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ഏതാണ്? ഓപ്ഷൻ സി വുഡ് ഹാവ് ഡിസ്ക്ലോസ്ഡ് ഇറ്റ് ടു യു. അപ്പോൾ ആൻസർ ഏത് വരും? ഐ ഹാഡ് ആണ് നമ്മുടെ ഇഫ് ക്ലോസിൽ വന്നത്. സോ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഡിസ്ക്ലോസ്ഡ് വരണം. വുഡ് ഹാവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫയർ ഫൈറ്റിംഗ് ടീം ഈസ് സാനിറ്റൈസിംഗ് ദ ഹോൾ ഏരിയ. ദ പാസീവ് ഫോം ഈസ് ഡാഷ്. എന്താണ്
പാസീവ് ഫോം. ദ ഫയർ ഫൈറ്റിംഗ് ടീം ഈസ് സാനിറ്റൈസിങ് ദ ഹോൾ ഏരിയ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ദ ഹോൾ ഏരിയ എങ്ങനെ എടുക്കും? ദ ഹോൾ ഏരിയ ഈസ് ആണ് വന്നിരിക്കുന്നത്. സോ ദ ഹോൾ ഏരിയ ഈസ് ബീയിങ് സാനിറ്റൈസ്ഡ്. സാനിറ്റൈസ് ആണ് ഇവിടുത്തെ വെർബ്. സോ V3 ഫോം എഴുതണം. സാനിറ്റൈസ്ഡ് ബൈ ദ ഫയർ ഫൈറ്റിംഗ് ടീം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ഹോൾ ഏരിയ ഈസ് ബീയിങ് സാനിറ്റൈസ്ഡ് ബൈ ദ ഫയർ ഫൈറ്റിംഗ് ടീം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് ദ മീനിങ് ഓഫ് ദ ഫ്രൈസ് ഗെറ്റ് അറ്റ്. ഗെറ്റ് അറ്റ് എന്നതിന്റെ മീനിങ് എന്താണ്? ഏതാണ് ഗെറ്റ് അറ്റ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റീച്ച് ആണ്. റീച്ച് ആണ് ഗെറ്റ് അറ്റ്, എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ് ഏതിനുള്ളത്? ഗെറ്റ് അറ്റിന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ കാണ്ട് ഹെൽപ്പ് യു ഡാഷ് യു ടെൽ മീ ദ ട്രൂത്ത്. നീ സത്യം പറഞ്ഞില്ല എങ്കിൽ, ഇല്ല എങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഏത് യൂസ് ചെയ്യും? ഓപ്ഷൻ എ യൂസ് ചെയ്യും, അൺലെസ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ എന്തായിട്ട് വരും? അൺലെസ് ചേർക്കുമ്പോൾ ഐ കാണ്ട് ഹെൽപ്പ് യു അൺലെസ് യു ടെൽ മീ ദ ട്രൂത്ത് എന്ന് വരും. നെക്സ്റ്റ് ദ ആന്റോണിം ഓഫ് ആന്റിപ്പതി ഈസ്. ആന്റിപ്പതി എന്ന് പറയുമ്പോൾ എന്താണ്? വെറുപ്പ് എന്നാണ് അല്ലേ മീനിങ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റിപ്പതിയുടെ സിനോണിം ചോദിക്കുവാണെങ്കിൽ നമുക്കിവിടെ ഹേട്രഡ് എടുക്കാം. പക്ഷെ ആന്റിപ്പതിയുടെ സിനോണിം അല്ല ചോദിച്ചത്, ആന്റോണിം ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, സിംപതി ആണ്. ആന്റിപ്പതി ഓപ്പോസിറ്റ് സിംപതി. നെക്സ്റ്റ് ഐ വിഷ് ഐ. ഐ വിഷ് ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ചേർക്കാനുള്ളത്? സാധാരണ ഏത് ചേർക്കും? ഓപ്ഷൻ ഡി ചേർക്കും, വേർ ആണ് ചേർക്കുന്നത്. ഐ വിഷ് ഐ വെയർ ടോളർ. അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പിന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനെ ഒരെണ്ണം വന്നിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്ജക്റ്റീവിനെ എങ്ങനെയൊക്കെ നമുക്ക് ഓർഡറിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അഡ്ജക്റ്റീവിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഒപ്പീനിയൻ, കളർ, ലെങ്ത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഡ്ജക്റ്റീവുകളുണ്ട്. അപ്പൊ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈ അഡ്ജക്റ്റീവ് എഴുതുന്ന ഓർഡർ പ്രധാനപ്പെട്ടതാണ്. PSC ഒത്തിരി തവണ ചോദിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. ചോദിക്കുന്നതെങ്കിൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിന്റെ ഓർഡറിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു ടേബിൾ വരച്ചിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് ടെലഗ്രാം ചാനൽ കാണണമെങ്കിൽ PSC ബേസിക്സ് 1 എന്നൊന്നെങ്കിൽ ടെലഗ്രാമിൽ പോയി സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഒരു ഓർഡർ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഹാസ് എ ലോങ് പോയിന്റഡ് സ്റ്റെം വിത്ത് ടൈനി വയലറ്റ് ഫ്ലവേഴ്സ് ആണ്. ഇറ്റ് ഹാസ് എ ലോങ് പോയിന്റഡ് സ്റ്റെം വിത്ത് ടൈനി വയലറ്റ് ഫ്ലവേഴ്സ് ആണ്. നെക്സ്റ്റ് ദ സിനോണിം ഓഫ് എക്സോർബിറ്റന്റ്. എക്സോർബിറ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട്, ധാരാളം എന്നൊക്കെയുള്ള അർത്ഥമാണ് എന്ത്? എക്സോർബിറ്റന്റ്. അപ്പൊ അതിന്റെ സിനോണിം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എക്സസീവ് എന്നാണ്. എക്സസീവ്. എക്സോർബിറ്റന്റ് എന്താണ്? എക്സസീവ്. ദ ഫോറിനർ ഹാഡ് dash alighted from the bus when he was knocked down by a car. എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഓപ്ഷൻ the foreigner had dash alighted from the bus when he was knocked down by a car ആണ് ചോദ്യം. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ വെൻ എന്ന് വന്നിട്ടുണ്ട്. വെൻ എന്നുള്ളത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹാർഡിലി ആണ് യൂസ് ചെയ്യുന്നത്. ഏത് യൂസ് ചെയ്യും? ഹാർഡിലി ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെൻ ഐ മെറ്റ് ഡോക്ടർ സീമ റാണി ഡാഷ് ആസ് എ ലെക്ചറർ ഇൻ ദ കോളേജ്. ഞാൻ സീമ റാണിയെ കാണുന്ന സമയത്ത് അവരെവിടെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഷീ വാസ് വർക്കിംഗ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഷീ വാസ് വർക്കിംഗ്. അപ്പൊ പാസ്റ്റിൽ നടക്കുന്ന രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ആ നടന്നുകൊണ്ടിരുന്ന കാര്യത്തിന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. സോ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം ഷീ വാസ് വർക്കിംഗ് ആസ് എ ലെക്ചറർ ഇൻ ദ കോളേജ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓപ്ഷൻ എ എടുത്തത്. നെക്സ്റ്റ് ഗീവ് വെന്റ് ടു എന്താണ്? ഗീവ് വെന്റ് ടു എന്നാൽ VENT ആണ്. വെന്റ് ടു എക്സ്പ്രസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടു എക്സ്പ്രസ് വൺസ് ഫീലിംഗ് ഓപ്പൺലി. അഥവാ സ്വതന്ത്ര ആവിഷ്കാരണം നടത്തുക, എന്തെങ്കിലും ഒരു കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഗീവ് വെന്റ് ടു എന്നതിന്റെ മീനിങ്. ടു എക്സ്പ്രസ് വൺസ് ഫീലിംഗ്
openly. Next question, choose the word opposite meaning to profusion. Profusionന്റെ opposite. Profusion എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ധാരാളം എന്നാണ്. അപ്പോൾ പ്രൊഫ്യൂഷൻ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. പ്ലേത്തോറ നമുക്ക് അതിന്റെ സിനോണിം ആയിട്ട് പറയാം, പക്ഷെ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ്, ഡെർത്ത് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? പഞ്ഞം, ദാരിദ്ര്യം, ഒന്നും ഇല്ലായ്മയൊക്കെയാണ് ഡെർത്ത്. അപ്പൊ ഡെർത്തിന്റെ ഓപ്പോസിറ്റ് പ്രൊഫ്യൂഷൻ ആണ്. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ എറർ. തന്നിരിക്കുന്നതിൽ എറർ ഉള്ള പാർട്ട് ഏതാണ്? ബൈ ദ ടൈം മൈ ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാസ് ബീൻ ലീവിംഗ്. നോ എറർ. ഏതാണ്? മൈ ഫ്രണ്ട് റീച്ച്ഡ്. നമ്മൾ സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നേ വരത്തുള്ളൂ, ഹാസ് ബീൻ ലെഫ്റ്റ് എന്ന് പറയത്തില്ല. കാരണം രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അതിനകത്ത് ആദ്യം നടന്നതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ട്രെയിൻ ഹാസ് ബീൻ ലീവിംഗ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൂം വാസ് ഫിൽഡ് ഡാഷ് സ്മോക്ക്. എന്തെയാണ്? റൂം നിറയെ സ്മോക്ക് കൊണ്ട് നിറച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? വിത്ത് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക്. എ പേഴ്സൺ ഹൂ റെഡിലി ബിലീവ്സ് അതേഴ്സ് ഈസ് എ ഡാഷ് വൺ. അതായത് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് നമുക്ക് പറയാം. എന്ത് പറയും? എ പേഴ്സൺ ഹൂ റെഡിലി ബിലീവ്സ് അതേഴ്സ് ഈസ് എ, ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രെഡുലസ് ആണ്. ക്രെഡുലസ് അതായത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, കണ്ണടച്ച് വിശ്വസിക്കും ചില ആൾക്കാർ. ദാറ്റ് ഈസ് ക്രെഡുലസ്. നെക്സ്റ്റ്, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഡാഷ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഒരു ബുക്ക് എഴുതാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് പറയാണ്. അപ്പൊ എ ബുക്ക് ഓൺ എക്കണോമിക്സ് ആണ്. ഓൺ എക്കണോമിക്സ്. ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഓൺ എക്കണോമിക്സ്. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. PSC ബുള്ളറ്റിൻ ഇംഗ്ലീഷ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. PSC ബുള്ളറ്റിനിൽ 2018 ശേഷം വന്നിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.